hydraulic. Okay, the open and close belt drive mechanism. Okay, so and the open and close belt drive mechanism. Yeah, a figure. It must like parts mark like table, like counter shaft is there, belt, open belt, cross belt, some parts of a setup has been mounted. Now, it's the open belt drive, open or cross belt drive. This is the oldest method. This one is old method. സാധാരണ ചെറിയൊരു സ്മോൾ പ്ലാനേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓൾഡ് മെത്തേഡ് ഓഫ് ക്വിക്ക് റിട്ടേൺ ഡ്രൈവ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, വി ഡു ഹാവ് എ കൗണ്ടർ ഷാഫ്റ്റ്, ഒരു കൗണ്ടർ ഷാഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ആ കൗണ്ടർ ഷാഫ്റ്റ് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ വെച്ചിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ആ ഷാഫ്റ്റ് ഒരു വൈഡ് ഫേസ്ഡ് പുള്ളീസ്, ഒരു ഈക്വൽ ഡയമീറ്ററുള്ള പുള്ളീസ് രണ്ടെണ്ണം, ഓക്കെ, 2 വൈഡ് ഫേസ്ഡ് പുള്ളീസ് രണ്ടെണ്ണം ക്യാരി ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഇൻ വിച്ച് ഒരു പുള്ളി ക്രോസ് ബെൽറ്റ് ഡ്രൈവും ഒരു പുള്ളി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു കൗണ്ടർ ഷാഫ്റ്റ് ഉണ്ട്, ഇറ്റ് ക്യാരീസ് 2 അല്ലെ ഡ്രൈവ്സ് ഇൻ വിച്ച് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഫേസുള്ള രണ്ട് പുള്ളി ഉണ്ട്. രണ്ട് പുള്ളിയിൽ ഒരു പുള്ളി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും, ഒരു പുള്ളി ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എങ്ങനെ മെക്കാനിസം വർക്ക് ചെയ്യുന്നു പറയാം. നിങ്ങൾക്ക് ടേബിൾ കാണാൻ പറ്റുന്നുണ്ട്, റാക്ക് ഉണ്ട് അല്ലെ, ഒരു യു ഡു ഹാവ് എ മെയിൻ ഷാഫ്റ്റ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഉണ്ട്. Then you have a speed reduction box over here, like a belt shifter ഉണ്ട്. Then നമുക്ക് ഇതിൻ്റെയൊക്കെ യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പം മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിന് അടിയിലായിരിക്കും വയ്ക്കുക. സോ മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് ദിസ് വൺ ഇസ് മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ്. മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് പ്ലേസ്ഡ് ബിലോ ദ ബെഡ്. ഓക്കെ, ബിലോ ദ ബെഡ്. ഓക്കെ, ടേബിളിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു മെയിൻ ഷാഫ്റ്റ് കാണാൻ പറ്റും. One end of the shaft will carry, okay, one end of the shaft will carry a set of 2 large and 2 small pulleys. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് ലാർജ് പുള്ളിയാണ്, ഇത് സ്മോൾ പുള്ളിയാണ്. റൈറ്റ്, ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ് നമ്മുടെ ബെഡിന്റെ താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക, ടേബിളിന് താഴെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദ മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് പ്ലേസ്ഡ് ബിലോ ദ ബെഡ് ആൻഡ് it will have one one end of the shaft carries a set of 2 large pulleys, രണ്ട് large pulleys. ഇത് രണ്ടും large pulleys ആണ്. Okay, 2 large pulleys and 2 small pulleys, രണ്ട് small pulleys ആണ്. Okay, okay sir. Okay, അപ്പം ഇനി നിങ്ങൾക്ക് കൗണ്ടർ ഷാഫ്റ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മേലെ അല്ലെ, ഇത് രണ്ടും ലാർജ് പുള്ളിയാണ്, ഇത് രണ്ടും സ്മോൾ പുള്ളീസ് ആണ് അല്ലെ, സ്മോൾ പുള്ളി ലാർജ് പുള്ളിയാണ്. ഓക്കെ, അപ്പോൾ സെറ്റേഴ്സ്. ഓക്കെ, സോ വൺ ഓഫ് ദ ലാർജ് പുള്ളി, ഇപ്പോൾ ഇതൊരു ലാർജ് പുള്ളി അല്ലെ, ഈ ഒരു ലാർജ് പുള്ളിയും ഇപ്പുറത്തെ ഒരു സ്മോൾ പുള്ളിയുമായിട്ടാണ് കീ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, വൺ ഓഫ് ദ ലാർജ് പുള്ളീസ് ആൻഡ് വൺ ഓഫ് ദ സ്മോളർ പുള്ളീസ് ആണ് കീഡ് ടു ദ ഷാഫ്റ്റ്. ഓക്കെ, ഇതിൽ തന്നെ ഈ സെറ്റിൽ തന്നെ ഇപ്പം ഒരു രണ്ട് ലാർജ് പുള്ളീസും ഉണ്ട്, രണ്ട് സ്മോൾ പുള്ളീസും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ, അതിൽ ഒരെണ്ണം ഓൾറെഡി നമ്മൾ കീ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഷാഫ്റ്റുമായിട്ട് കീ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഫാസ്റ്റ് പുള്ളി എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഐ ഹാവ് മാർക്ക്ഡ് ഹിയർ ഫാസ്റ്റ് പുള്ളീസ് അല്ലെ. ഇതിൽ ഒരെണ്ണം ഫാസ്റ്റ് പുള്ളിയാണ്, ഇതിലും ഒരെണ്ണം ഫാസ്റ്റ് പുള്ളിയാണ്. സെയിം വേ ഇതിൽ ഒരെണ്ണം റെസ്റ്റ് ഓഫ് ദോസ് ഓരോന്ന് ബാക്കി ഉണ്ടാവില്ലേ, അതിൽ ഓരോന്ന് യൂസ് പുള്ളീസും ആണ്. റൈറ്റ്, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലാർജ് പുള്ളീസ് ഉണ്ട്, രണ്ട് സ്മോൾ പുള്ളീസ് ഉണ്ട് ഒരു ഷാഫ്റ്റിന്റെ എൻഡിൽ. അതായത് ഒരു സെറ്റ് ഓഫ് പുള്ളീസ് അല്ലെ. ഈ പുള്ളീസിൽ
ഒരെണ്ണം ഫ്രീ ടു റൊട്ടേറ്റ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ ലൂസ് പുള്ളി എന്ന് പറയുന്നത്. ഒരെണ്ണം ഷാഫ്റ്റിന് കീ ചെയ്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫാസ്റ്റ് പുള്ളി. ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റുഡ് അല്ലേ? യെസ്, ഓക്കെ. അപ്പം ഇനി ഞാൻ പറയുന്നത് ലൂസ് പുള്ളി ഫാസ്റ്റ് പുള്ളി എന്നായിരിക്കും. ഓക്കെ, ലൂസ് പുള്ളി എന്ന് പറയുന്നത് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യുന്നത്, ഫാസ്റ്റ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ മെൻഷൻ അബൌട്ട് ലൈക്ക് ഫാസ്റ്റ് പുള്ളി, ലൂസ് പുള്ളി, ലൈക്ക് അങ്ങനെയാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലാർജ് പുള്ളി എന്ന് പറയുന്നത് അല്ലെ, ലാർജ് പുള്ളി അതായത് അല്ലെങ്കിൽ ഇതിൽ കൂട്ടത്തിലുള്ള ലാർജ് പുള്ളീസ് are connected to the counter shaft pulleys by cross belt drive. കൗണ്ടർ ഷാഫ്റ്റിലുള്ള പുള്ളീസ് ഉണ്ട്, അത് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിരിക്കുന്നത്. ലാർജ് പുള്ളി, അതായത് ലാർജ് പുള്ളിയുടെ സെറ്റപ്പ്, ലാർജ് പുള്ളീസിലുള്ളത് ഇത് ലാർജ് പുള്ളിയാണ്. ലാർജ് പുള്ളി തന്നെ ഒരു ലൂസ് പുള്ളി ഉണ്ടാവും, ഒരു ഫാസ്റ്റ് പുള്ളി ഉണ്ടാവും അല്ലെ. ഓക്കെ, ഈ ലാർജ് പുള്ളീസ് ഉള്ളത് ക്രോസ് ബെൽറ്റ് ഡ്രൈവുമായിട്ടാണ് കൗണ്ടർ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകുക. സ്മോളർ പുള്ളീസ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാകുക. അങ്ങനെയാണ് ഈ സെറ്റപ്പ് വരച്ചിട്ടുള്ളത്. ക്യാൻ സീ ദാറ്റ് വാട്ട് എവർ ഐ ഹാവ് ടോൾഡ് ഐ വിൽ once more I will tell. ഓക്കെ, ടേബിൾ ഉണ്ട്, നമുക്ക് ബെഡിന് താഴെയായിട്ട് ഒരു മെയിൻ ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, you have a main shaft over here. You can see that in the main ഷാഫ്റ്റിന്റെ സൈഡിലോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു എൻഡിലായിട്ട് we have എന്ത് ഒരു സെറ്റ് ഓഫ് 2 ലാർജ് പുള്ളീസ്, 2 സ്മോൾ പുള്ളീസ്. 2 ലാർജ് പുള്ളീസ് ഉണ്ട്, 2 സ്മോൾ പുള്ളീസ് ഉണ്ട്. ഇതിൽ ഓരോന്നും, അതായത് ഒരു സ്മോളർ പുള്ളിയും ഒരു ലാർജർ പുള്ളിയും ഷാഫ്റ്റുമായിട്ട് കീ ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ ഷാഫ്റ്റുമായിട്ട് കീ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫാസ്റ്റ് പുള്ളി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് കീ ചെയ്തിട്ടായിരിക്കില്ല, ഫ്രീലി റൊട്ടേറ്റിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഇസ് നോൺ ആസ് ലൂസ് പുള്ളി. ഇനി ലാർജർ പുള്ളി, അതായത് ഒരു സൈഡിലെ 2 സെറ്റിൽ അല്ലെ, ഒരു സെറ്റിൽ ലാർജ് പുള്ളീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലാർജ് പുള്ളീസ് കൗണ്ടർ ഷാഫ്റ്റുമായിട്ടുള്ള ഒരു പുള്ളിയുമായിട്ട് ക്രോസ് ബെൽറ്റ് ഡ്രൈവുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി സ്മോളർ പുള്ളീസ്, മെയിൻ ഷാഫ്റ്റിലെ സ്മോളർ പുള്ളി കൗണ്ടർ ഷാഫ്റ്റിലെ ലാർജർ പുള്ളിയായിട്ട് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. Okay, so the larger pulleys are connected to the counter shaft pulleys by a cross belt drive, and the small pulleys are connected to the counter shaft pulleys by an open belt drive. Okay. ഇനി ഈ മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡ് റിഡക്ഷൻ ബോക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ബോക്സിൽ നിന്നാണ് നമുക്ക് എന്താണ് ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടു ദ പിനിയൻ. ഓക്കെ, ടു ദ പിനിയൻ will the drive is transmitted to the driving pinion through this gearbox only. Okay, so this pinion measures with the rack at the bottom. rack കാണാൻ വരുന്നില്ലേ, this pinion driving pinion speed reduction box എന്നാണ് നമുക്ക് സ്പീഡ് ഡ്രൈവ് പോകുന്നത് അല്ലെ. ഡ്രൈവ് is transmitted to the driving pinion through this gearbox only, and this gearbox like this driving pinion is connected to the rack, like it measures with the rack at the bottom of the table. അങ്ങനെയാണ് സെറ്റപ്പ് ഉള്ളത്. സോ ഈ ഫിഗറിൽ ഇപ്പോൾ ക്രോസ് ബെൽറ്റ് അല്ലെ, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്, ക്രോസ് ബെൽറ്റ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, ക്രോസ് ബെൽറ്റ് കണക്ട് ചെയ്ത് ലാർജർ ലൂസ് പുള്ളി, ശരിയല്ലേ. ഇതിൽ ക്രോസ് ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ലാർജർ ലൂസ് പുള്ളിയിലാണ് അല്ലെ, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് കണക്ട് ചെയ്തിരിക്കുന്നത്. നൗ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്രോസ് ബെൽറ്റ് ഡ്രൈവിന് ലൂസ് പുള്ളിയും ഫാസ്റ്റ് പുള്ളിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, വി ഡു ഹാവ് എ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് കണക്റ്റഡ് ടു ലാർജ് ലൂസ് പുള്ളി, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡ്രൈവ് വരുന്നു എന്നുള്ളതാണ് ഈ പഠിക്കുന്നത്. ഓക്കെ, അതായത് ഈ ലൂസ് പുള്ളിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എങ്ങനെ വരില്ല, മെയിൻ ഷാഫ്റ്റിൽ എന്ത് വരില്ല, ഡ്രൈവ് വരില്ല അല്ലെ. അതായത് ഫ്രീലി റൊട്ടേറ്റിംഗ് ആണ്, ഷാഫ്റ്റുമായിട്ട് കീ ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവുമായിട്ടല്ല അല്ലെ. അതായത് ഷാഫ്റ്റുമായിട്ട് കീ ചെയ്ത് വെച്ച ഒരു പുള്ളിയുമായിട്ടല്ല ക്രോസ് ബെൽറ്റ് ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് വരില്ല എന്നുള്ളതാണ് അല്ലെ.
no drive is transmitted by it to the main shaft. ശരിയല്ലേ? ഫ്രീലി റൊട്ടേറ്റിംഗ് ആകുമ്പോൾ ഡ്രൈവ് വരില്ലല്ലോ, ഷാഫ്റ്റുമായിട്ട് ഡ്രൈവ് വരില്ല. ശരിയല്ലേ? ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, അതായത് ഓപ്പൺ ബെൽറ്റ് കണക്ട് ടു ദ സ്മോളർ ഫാസ്റ്റ് പുള്ളി ആണെങ്കിൽ, so then the drive occurs അല്ലേ. so the drive is transmitted to main shaft through open belt drive. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഏതാണോ ലൂസ് പുള്ളിയായിട്ട് എപ്പോഴാണോ കണക്ട് വരുന്നത്, ആ ലൂസ് പുള്ളിയിൽ കണക്ട് വരുന്ന സാധനം കീ ചെയ്തിട്ടായിരിക്കും ഉണ്ടാകും അല്ലെ. ലൂസ് പുള്ളി എന്ന് പറഞ്ഞാൽ ഫ്രീലി റൊട്ടേറ്റിംഗ് ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് ഡ്രൈവ് ഫ്രം മെയിൻ ഷാഫ്റ്റ്. അതായത് മെയിൻ ഷാഫ്റ്റിൽ ഡ്രൈവ് വരുന്നത് ഒന്നിക്കൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലായിരിക്കും, അല്ലെങ്കിൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവിലായിരിക്കും. അപ്പം ഇത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലാണ് എങ്കിൽ this belt should be connected to the fast pulley. ബെൽറ്റ് ഫാസ്റ്റ് പുള്ളിയുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് വരും, മറ്റേ ലൂസ് പുള്ളിയായിട്ട് കണക്ട് ചെയ്തെങ്കിൽ ഡ്രൈവ് വരില്ല ഷാഫ്റ്റിൽ. സോ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബെൽറ്റ് ഷിഫ്റ്റർ ഉള്ളത്. സോ വി ക്യാൻ ഷിഫ്റ്റ് ദ ബെൽറ്റ് അല്ലെ, ഒരു ട്രാൻസ്മിഷൻ അനുസരിച്ചിട്ട് ഷിഫ്റ്റ് ബെൽറ്റ് ചെയ്യും. അതായത് ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ് ബെൽറ്റ് ഷിഫ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബെൽറ്റ് കണക്ട്സ് ദ സ്മോളർ ഫാസ്റ്റ് പുള്ളി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബെൽറ്റ് കണക്റ്റഡ് ടു ദ സ്മോളർ ഫാസ്റ്റ് പുള്ളി. ഇതിപ്പോൾ നേരെ തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ലൂസ് പുള്ളിയിലാണുള്ളത്. ഇത് ക്രോസ് ബെൽറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ഫാസ്റ്റ് പുള്ളിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് നേരെ തിരിച്ചാന്ന് വിചാരിച്ചാൽ ബെൽറ്റ് ഷിഫ്റ്റ് വെച്ചിട്ട് കൗണ്ടർ ഷാഫ്റ്റിലുള്ളത് ഇത് ഈ ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഫാസ്റ്റ് പുള്ളിയിലാണ് കണക്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പുറത്തെ ഫാസ്റ്റ് പുള്ളിയിലാണ് കണക്ട് വന്നിരിക്കുന്നത്. then we can say that is a return stroke of the tail. Okay. അതിനാണ് നമ്മൾ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം നേരെ തിരിച്ചു വരികയാണെങ്കിൽ, അതായത് ഇപ്പൊ ഈ കണ്ടതുപോലെ ക്രോസ് ബെൽറ്റ് ഡ്രൈവില് ക്രോസ് ബെൽറ്റ് ഇപ്പം കണക്ട് ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് പുള്ളിയിലാണ്. സോ ഈ ട്രിപ്പ് ഡോക്സ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ബെൽറ്റ് ഷിഫ്റ്റ് ബോത്ത് ബെൽറ്റ്സ് ടു റൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബെൽറ്റ് മാത്രമല്ല, ഇപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ഇതും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ അറ്റ് എ ടൈം ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റ്, അതായത് ഒന്ന് ലൂസ് പുള്ളിയിലായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ഫാസ്റ്റ് പുള്ളിയിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ഐഡിയ മനസ്സിലാവുന്നില്ലേ? അതായത് 2 ലാർജ് പുള്ളിയുണ്ട്, 2 ലൂസ് പുള്ളിയുണ്ട് അല്ലെ. ഒരെണ്ണം കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം അതായത് ഒരു പുള്ളിയിൽ ലൂസ് പുള്ളിയിലാണ് ബെൽറ്റ് വീണിട്ടുണ്ടെങ്കിൽ മറ്റേത് എന്തായാലും എന്തിലായിരിക്കും? ഫാസ്റ്റ് പുള്ളിയിലായിരിക്കും ഉണ്ടാവുക. സോ once open belt drive is connected to the fast pulley, then it is known as return stroke അല്ലെ. റിട്ടേൺ സ്ട്രോക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ക്രോസ് ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്ത് ലാർജർ ഫാസ്റ്റ് പുള്ളിയിൽ വീണ് കഴിഞ്ഞാൽ the open belt drive is shifted to the smaller loose pulley. Okay. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് is shifted to the smaller loose pulley. ഈ സ്മോളർ ലാർജർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് മെയിൻ ഷാഫ്റ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കൗണ്ടർ ഷാഫ്റ്റുമായിട്ട് ലാർജറിലാണോ സ്മോളറിലാണോ കണക്ട് ചെയ്തെന്നുള്ളത് നമ്മൾ മെക്കാനിസം പറയുമ്പോൾ പറയുന്നില്ല, ജസ്റ്റ് സെറ്റപ്പ് പറയുമ്പോൾ മാത്രമേ പറയുന്നുള്ളൂ. മെയിൻ ഷാഫ്റ്റിലാണ് നമ്മുടെ ഫുൾ ഡ്രൈവ് വരുന്നത് അല്ലെ. സോ മെയിൻ ഷാഫ്റ്റിന്റെ ബേസിസിൽ പറയുന്നതാണെങ്കിൽ വി ഡു ഹാവ് എ സെറ്റ് ഓഫ് സ്മോൾ പുള്ളി ആൻഡ് എ സെറ്റ് ഓഫ് ലാർജ് പുള്ളീസ്. ഈ സെറ്റ് ഓഫ് ലാർജ് പുള്ളിയിൽ തന്നെ ഒരു ഫാസ്റ്റ് പുള്ളി ഉണ്ട്, ഒരു ലൂസ് പുള്ളി ഉണ്ട്. സെറ്റ് ഓഫ് സ്മോളർ പുള്ളിയിൽ തന്നെ ഒരു ഫാസ്റ്റ് പുള്ളി ഉണ്ട്, ഒരു ലൂസ് പുള്ളി ഉണ്ട്. സോ വിൽ കോൾ ഇറ്റ് ആസ് ലൂസ് പുള്ളീസ് ആൻഡ് ഫാസ്റ്റ് പുള്ളീസ് അല്ലെ. ഫാസ്റ്റ് പുള്ളീസും ലൂസ് പുള്ളീസുമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇനി ബെൽറ്റ് ഷിഫ്റ്റർ വെച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ. ബെൽറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു റൈറ്റ്. ഓക്കെ. സോ whenever the cross belt is shifted to the larger loose pulley, ലാർജർ ഫാസ്റ്റ് പുള്ളി, ലൈക്ക് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ലാർജർ ഫാസ്റ്റ് പുള്ളിയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറം നോക്കാം കൗണ്ടർ ഷാഫ്റ്റിൽ വരുന്നതിൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ വരുന്നതിൽ ദിസ് വിൽ ബി കണക്റ്റഡ് ടു ലൂസ് പുള്ളി അല്ലെ. സോ ദ ഓപ്പൺ ബെൽറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ദ ലാർജർ ലൂസ് പുള്ളി അല്ല, സ്മോളർ ലൂസ് പുള്ളി. ഓക്കെ. സോ ദ ഡ്രൈവ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ മെയിൻ ഷാഫ്റ്റ് ത്രൂ ദ ബെൽറ്റ് ഓൺ ലാർജർ ഫാസ്റ്റ് പുള്ളി. റൈറ്റ്. ലാർജർ ഫാസ്റ്റ് പുള്ളിയിൽ ഏതാ ഉള്ളത്? ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണ് അല്ലെ. സോ ദ ഡയറക്ഷൻ ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ മെയിൻ ഷാഫ്റ്റ് ഈസ് ദെൻ റിവേഴ്സ്ഡ്. ഓക്കെ. അപ്പം അതിന്റെ കാര്യം എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ലാർജർ പുള്ളിയാണ്, ലാർജർ ഡയമീറ്റർ ഓഫ് ദ പുള്ളി അല്ലെ. ഡയമീറ്റർ, പുള്ളിന്റെ ഡയമീറ്റർ ലാർജ് ആണ്. അപ്പൊ എന്താ, മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് സ്ലോ സ്പീഡിലായിരിക്കും അല്ലെ. അപ്പോൾ കട്ടിങ് അവിടെയാണ് നടക്കുക. ഓക്കെ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവില് ചെറിയ, നിങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു പുള്ളിയുണ്ട്, ചെറിയൊരു പുള്ളിയുണ്ട്, എവിടെയാണ് കൂടുതൽ സ്പീഡ് കിട്ടുക? അതായത് ഏറ്റവും കൂടുതൽ റിട്ടേൺ സ്ട്രോക്കിൽ ആണ് നമുക്ക് സ്പീഡ് കൂടേണ്ടത് അല്ലെ. സോ ഡയമീറ്റർ ഏതിനാ കുറവ്? ശരിക്കും സ്മോൾ പുള്ളിയിലാണ്. സോ സ്മോൾ പുള്ളിയിലാണ് റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുന്നത്, ലാർജ് പുള്ളിയിലാണ് എന്ത് സംഭവിക്കുന്നത്? കട്ടിങ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ലാർജ് പുള്ളിയിൽ, ലാർജ് ആയിട്ടുള്ള ഫാസ്റ്റ് പുള്ളിയിൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് കണക്ഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കട്ടിങ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. ലൈക്ക്വൈസ് സ്മോള് ഫാസ്റ്റ് പുള്ളിയിൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ആർക്കെങ്കിലും ഒന്നും കൂടി പറയണോ? സെറ്റപ്പ് മനസ്സിലായിട്ടുണ്ടോ? വീഡിയോ ഉണ്ടോ? വീഡിയോ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ സെറ്റപ്പ് അല്ലേ. ഞാൻ അറിഞ്ഞു, ഫീഡ്ബാക്കിൽ കണ്ടു ആനിമേഷൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതും മെഷീൻസിന്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ എങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് നമുക്ക് ആനിമേഷൻസ് കിട്ടും, ചില ആനിമേഷൻസ് ഓൾറെഡി ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് ആനിമേറ്റ് ചെയ്യാൻ മാത്രം ചില ആൾക്കാർക്ക് ചെയ്തിട്ട് ഓൾറെഡി ചെയ്ത് വെക്കുന്ന ആനിമേഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് യൂസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോൾ യൂസ്ഫുള്ളി വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആനിമേഷൻ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സെറ്റപ്പ് ആണ്. ഒരു ഓവറോൾ വ്യൂ കൂടി ഞാൻ പറയാം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. ടേബിൾ, വി ഡു ഹാവ് എ ടേബിൾ. ഓക്കെ, quick return mechanism of a planning machine by using open and cross belt drive ആണ് പറയുന്നത്. This is one of the oldest method. ഓക്കെ, ഒരു ഓൾഡ് മെത്തേഡ് ആണ്. നമുക്ക് സ്മോളർ പ്ലാനേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓൾഡ് റിട്ടേൺ മെക്കാനിസം ആണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടേബിളിന്റെ അടിയിലായിട്ടുള്ള ഒരു മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ബെഡ്, ബിലോ ബെഡ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഒരു മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഉണ്ടാകും. Then in that shaft itself, we have a driving pinion which is connected to the table through a rack and pinion mechanism. And in a shaft, we do have a speed reduction gearbox also, so that the speed reduction box is driving pinion drive. So drive is transmitted to the pinion through a speed reduction box. Okay. In drive by using, we do have a main shaft and a counter shaft. We do have a setup of one set of large pulleys and one set of smaller pulleys in the main shaft. In the main shaft and the light larger pulley in the set and the smaller pulley in the set. ഈ ലാർജർ പുള്ളിന്റെ സെറ്റിൽ ഒരു ലാർജർ പുള്ളി ഷാഫ്റ്റുമായിട്ട് കീ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ സ്മോളർ പുള്ളിയിൽ ഒരു സ്മോളർ പുള്ളി കീ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ബാക്കി രണ്ടെണ്ണം, അതായത് ഒരു സ്മോളർ പുള്ളിയും ഒരു ഫാസ്റ്റർ, അതായത് ഒരു സ്മോളർ പുള്ളിയും ഒരു ലാർജർ പുള്ളിയും രണ്ടും ഫ്രീലി റൊട്ടേറ്റിംഗ് ആയിരിക്കും. സോ നമുക്ക് ഒന്ന് കൗണ്ടർ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മെയിൻ ഷാഫ്റ്റിലുള്ള ലാർജർ പുള്ളി കൗണ്ടർ ഷാഫ്റ്റിലുള്ള സ്മോളർ പുള്ളിയുമായിട്ട് ക്രോസ് ബെൽറ്റ് ഡ്രൈവിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി നേരെ തിരിച്ച് മെയിൻ ഷാഫ്റ്റിലുള്ള സ്മോളർ പുള്ളീസ് കൗണ്ടർ ഷാഫ്റ്റിലെ ലാർജർ പുള്ളിയുമായിട്ട് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലായിരിക്കും കണക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി ചിന്തിക്കുക, ഫാസ്റ്റ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീ ചെയ്ത് വെച്ചിരിക്കുന്ന പുള്ളിയാണ്. ലൂസ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള പുള്ളിയാണ്. ഫാസ്റ്റ് പുള്ളിയിൽ ഡ്രൈവ് വരുമ്പോഴാണ് മെയിൻ ഷാഫ്റ്റിൽ ഡ്രൈവ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ടേബിൾ വിൽ ബി മൂവിങ്. അത് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് വഴിയാണ് വരുന്നതെങ്കിൽ
സോ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എതിരെയാണ് കൊടുത്തിട്ടുള്ളത്, മെയിൻ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ ലാർജർ പുള്ളിയാണ്. ലാർജർ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സമയം അല്ലെ, സ്മോളർ ടൈം എടുക്കും. സോ ടൈം സ്ലോ സ്പീഡിൽ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. സ്ലോ സ്പീഡിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് വിളിക്കും, ടേബിളിന്റെ മൂവ്മെന്റ് എന്തായാലും കട്ടിംഗ് സ്ട്രോക്ക് ആയിരിക്കും. റെഡി? ഇസ് ദാറ്റ് ഓക്കെ? അപ്പോൾ നേരെ തിരിച്ചു നിങ്ങൾ ആലോചിച്ചാൽ മതി, സ്മോളർ പുള്ളിയാണെങ്കിൽ അതിൽ ഡ്രൈവ് വരുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് റിട്ടേൺ സ്ട്രോക്ക് ആയിരിക്കും സംഭവിക്കുക. ഇത്രയാണ് കാര്യം. അപ്പം ഒരു ട്രിപ്പ് ഡോഗ് വെച്ചിട്ടാണ് നമുക്ക് എന്തെന്ന്, അതായത് ഒരു എൻഡിലെത്തി എന്ന് മനസ്സിലാകുന്നത് ഒരു ട്രിപ്പ് ഡോഗിൽ വന്ന് മുട്ടുമ്പോഴാണ്. അപ്പൊ തന്നെ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് റിട്ടേൺ സ്ട്രോക്കിന് വേണ്ടി ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യും. റിട്ടേൺ സ്ട്രോക്ക് കഴിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ കട്ടിംഗ് സ്ട്രോക്കിന് വേണ്ടി ബെൽറ്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും. സോ കട്ടിംഗ് സ്ട്രോക്ക് ആണെങ്കിൽ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് വരുന്നത് ഫാസ്റ്റ് പുള്ളിയിലായിരിക്കും ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. റിട്ടേൺ സ്ട്രോക്ക് ആണെങ്കിൽ ഫാസ്റ്റ് പുള്ളിയിലായിരിക്കും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് നോൺ ആസ് ഓപ്പൺ ആൻഡ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ഓക്കെ? Okay. So this is a quick return motion. Okay. This is how a quick return motion is obtained by using a cross and open belt drive. So ഓരോ പ്രാവശ്യം okay, at the end of the each cutting stroke, the belts will be shifted to the left by another trip dog. Okay. ഒന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. അതായത് കട്ടിംഗ് സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കട്ടിംഗ് സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓരോ റിട്ടേൺ സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും കട്ടിംഗ് സ്ട്രോക്ക് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ബെൽറ്റ്, അതായത് ഈ ഷിഫ്റ്റിങ്ങിനെ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബെൽറ്റ് ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് ട്രിപ്പ് ഡോഗ്സ്. ഓക്കെ? ഈ ലെങ്ത് ആൻഡ് പൊസിഷൻ ഓഫ് ദ stroke may be adjusted by using a trip dogs. Okay, അത്രയാണ് ക്രോസ് ആൻഡ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ പറയാനുള്ളത്. സോ ജസ്റ്റ് ഞാൻ വെച്ച പോയിന്റ്സ് മാർക്ക് ചെയ്ത പോയിന്റ്സ് പറയാം. An old method of quick return drive used in a planas of smaller size where the table width is less than 900 mm. കൗണ്ടർ ഷാഫ്റ്റ് ഡ്രിവൺ ബൈ എൻ ഇലക്ട്രിക് മോട്ടോർ. അല്ലെ, മേലെയുള്ള കൗണ്ടർ ഷാഫ്റ്റ് ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഷാഫ്റ്റ് ക്യാരീസ് 2 wide faced pulleys of equal diameter. അല്ലെ, ഈക്വൽ ഡയമീറ്ററിലെ 2 wide faced pulleys ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഷാഫ്റ്റ് is placed below the bed. One end of the shaft carries a set of 2 large pulleys and 2 small pulleys. One large pulley and 1 smaller pulley are key to the shaft. അതിനെ നമ്മൾ ഫാസ്റ്റ് പുള്ളി എന്ന് വിളിക്കും. ലൂസ് പുള്ളി rotate freely on the shaft. Large pulleys are connected to the counter shaft pulleys by cross belt and small pulleys by open belt. ഒരു speed reduction box ഉണ്ടാവും. Pinion measures with rack at the bottom of the table. എന്നിട്ടാണ് അതാണ് സെറ്റപ്പ്. ഓക്കെ, നൗ വി വിൽ ലുക്ക് ഇൻ ടു ഇലക്ട്രിക് ഡ്രൈവ്. ഓക്കെ, ഇലക്ട്രിക് ഡ്രൈവ്. ഇലക്ട്രിക് ഡ്രൈവിന്റെ ഒരു സെറ്റപ്പാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, this drive consists of 4 electrical machines എന്നാണ് പറയാനുള്ളത്. 4 electrical machines ഉണ്ട് ഈ ഡ്രൈവിന്. ഓക്കെ, ഇലക്ട്രിക് ഡ്രൈവ് യു ഡു ഹാവ് 4 electrical machines. അതിൽ ഒരെണ്ണം ഡി സി മോട്ടറാണ്. ഓക്കെ, ഡി സി മോട്ടോർ. ഓക്കെ, ഇറ്റ് ഈസ് വേരിയബിൾ സ്പീഡ് റിവേഴ്സിബിൾ മോട്ടോർ എന്നാണ് പറയുന്നത്. വേരിയബിൾ സ്പീഡ് റിവേഴ്സിബിൾ മോട്ടോർ. ഓക്കെ, then shaft of this motor is connected through gears and rack pin. Okay, സെറ്റപ്പ് ഓക്കെ. അത് ഒരെണ്ണം 4 മെഷീനിൽ ഒരെണ്ണം ഡി സി മോട്ടറാണ്. ദിസ് ഇസ് എ വേരിയബിൾ റിവേഴ്സിബിൾ മോട്ടോർ. എ ഡി സി ജനറേറ്റർ സപ്ലൈസ് കറണ്ട് ടു ദ ഡി സി മോട്ടോർ. ഓക്കെ, നിങ്ങൾക്ക് ഡി സി മോട്ടോർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇതൊരു ഡി സി മോട്ടോറാണ്. അതെ, കാണുന്നില്ലേ? ദിസ് ഈസ് എ ഡി സി മോട്ടോർ. ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 4 മെഷീൻസ് ഉണ്ട്, 4 ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഡി സി മോട്ടോർ ആണ്. ദിസ് ഡി സി മോട്ടോർ ഈസ് വേരിയബിൾ സ്പീഡ് റിവേഴ്സിബിൾ മോട്ടോർ. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, ഈ ഡി സി മോട്ടോറിൽ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഷാഫ്റ്റ് അല്ലെ? ഈ ഷാഫ്റ്റ് ഗിയേഴ്സ് അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ വഴി നമ്മൾ ടേബിളിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഷാഫ്റ്റ് ഓഫ് ദിസ് മോട്ടോർ ഈസ് കണക്റ്റഡ്
through gear and rack and pinion to the table. Okay. Any a DC generator, a DC generator supplies current to the DC motor. DC generator ആണ് DC മോട്ടോറിന് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. So this DC generator is coupled with the AC motor. Okay. ഒരു AC മോട്ടോർ ഉണ്ട്, ഒരു DC ജനറേറ്റർ ഉണ്ട്, ഒരു DC മോട്ടോർ ഉണ്ട് അല്ലേ? ഈ DC മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഡ് റിവേഴ്സിബിൾ മോട്ടോറാണ്, വിച്ച് ഇസ് കണക്റ്റഡ് ത്രൂ ഗിയേഴ്സ് ടു ദ ടേബിൾ അല്ലേ? ഷാഫ്റ്റ് അല്ലെ, ഈ DC മോട്ടോറുള്ള ഷാഫ്റ്റ് ഗിയേഴ്സ് വഴി ടേബിളിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഗിയേഴ്സ് ആൻഡ് റാക്ക് ആൻഡ് പിനിയൻ സെറ്റപ്പ് വഴി ഈ DC മോട്ടോറിന് കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു DC ജനറേറ്റർ ആണ്. സോ DC ജനറേറ്റർ സപ്ലൈസ് കറണ്ട് ടു ദ DC മോട്ടോർ അല്ലെ? ഇനി ഈ DC ജനറേറ്റർ അല്ലെ, DC ജനറേറ്റർ എന്ന് പറയുന്നത് കപ്പിൾ ചെയ്ത് വെച്ചിട്ടാണുള്ളത് വിത്ത് എൻ AC മോട്ടോർ. സോ whenever the AC motor runs, DC generator supplies current to the DC motor. Am I right? Whenever the AC motor runs, DC generator supplies current to the DC motor. Okay? എപ്പോഴൊക്കെ AC മോട്ടോർ റൺ ചെയ്യുന്നു അപ്പോൾ DC ജനറേറ്റർ എന്ത് ചെയ്യും? കറണ്ട് സപ്ലൈ ചെയ്യും ടു ദ DC മോട്ടോർ. അപ്പോൾ DC മോട്ടോർ മൂവ് ചെയ്യും അല്ലെ? DC മോട്ടോർ കറങ്ങും. ആ സമയത്ത് എന്ത് ചെയ്യും? ടേബിൾ മൂവ് ചെയ്യും. ഓക്കെ, ഇത് ഒരു ഫോർവേഡ് സ്ട്രോക്ക് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ ഫോർവേഡ് സ്ട്രോക്ക്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രോക്കിന്റെ എൻഡിൽ ഒരു ട്രിം ഡോഗ്സ് ഉണ്ടാവും വിച്ച് ആക്ച്വേറ്റ്സ് ഇലക്ട്രിക്കൽ റിവേഴ്സിംഗ് സ്വിച്ച്. അതാണ് ഈ റിവേഴ്സിംഗ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, AC മോട്ടോർ നമ്മൾ റണ്ണ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ DC മോട്ടോർ വിൽ ജനറേറ്റ് കറണ്ട് ടു ദ DC മോട്ടോർ അല്ലെ? DC ജനറേറ്റർ വഴി DC മോട്ടോർ കറണ്ട് കിട്ടും. സോ DC മോട്ടോർ വിൽ റൺ ആൻഡ് എനിവേ ടേബിൾ വിൽ ബി മൂവ്. ഓക്കെ, ടേബിൾ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഫോർവേഡ് സ്ട്രോക്കിന്റെ സെറ്റപ്പ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഈ ഫോർവേഡ് സ്ട്രോക്കിൽ ടേബിൾ മൂവ് ചെയ്തിട്ട് ഒരു പൊസിഷൻ വരെയല്ല ടേബിൾ മൂവ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊസിഷൻ ഒരു മാക്സിമം ആയിരിക്കും അല്ലെ? ലെങ്ത് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ലെങ്ത് ആൻഡ് പൊസിഷൻ ഓഫ് ദ സ്ട്രോക്ക് അത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാണ് നമുക്കൊരു ട്രിപ്പ് ഡോഗ് എന്ന് പറയുന്നത്. ട്രിപ്പ് ഡോഗ് ഉണ്ടാവും, അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതായത് അത് അവിടെ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ ഒരു റിവേഴ്സിംഗ് സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിലോട്ട് ഒരു ഇലക്ട്രിക്കൽ റിവേഴ്സിംഗ് സ്വിച്ച് ഉണ്ടാവും. അതിലോട്ട് നമുക്ക് പോവും. അതായത് ലെങ്ത് ടേബിള് കൃത്യമായിട്ടുള്ള സ്ഥലത്ത്, അതായത് ഒരു സ്ട്രോക്കിന്റെ എൻഡിൽ എത്തി എന്ന് പറഞ്ഞിട്ട് പോകും. സോ ഇതെന്ത് ചെയ്യും? ദിസ് റിവേഴ്സസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്രം DC മോട്ടോർ, അതായത് DC ജനറേറ്റർ. ഓക്കെ, this reverses the direction of the current from DC generator. Okay, ആ സമയത്ത് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്തു കറണ്ട് റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കറണ്ടിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ DC മോട്ടോർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്നത് വിത്ത് ഹൈ സ്പീഡ്. ഓക്കെ, അങ്ങനെയാണ് ക്വിക്ക് റിട്ടേൺ സംഭവിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. വി ഡു ഹാവ് AC മെയിൻസ് ഉണ്ടാവും. AC മെയിൻസ് നമുക്ക് AC മോട്ടോർ കറക്കാൻ പറ്റും അല്ലെ? സോ AC മോട്ടോർ വിൽ റൺ. ഓക്കെ, whenever AC motor is running, DC generator will supply current to the DC motor. അത് ഓക്കെ അല്ലേ? എന്തായാലും DC മോട്ടറിന് സപ്ലൈ കറണ്ട് ചെയ്യുന്നത് DC ജനറേറ്റർ ആണ്. ജനറേറ്ററിനാണ് നമുക്ക് എന്ത് കിട്ടുന്ന കറണ്ട് കിട്ടുന്നത്. മോട്ടോർ കറങ്ങണമെങ്കിൽ ജനറേറ്റർ വേണം അല്ലെ? ജനറേറ്ററിന് കറണ്ട് കിട്ടുന്നു. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ DC മോട്ടോർ കറങ്ങുന്നു. DC മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഷാഫ്റ്റ് കറങ്ങും, അപ്പൊ ടേബിൾ മൂവ് ചെയ്യും. ഇത് ഒരു ഫോർവേഡ് സ്ട്രോക്ക് ആണ്. ഫോർവേഡ് സ്ട്രോക്കിൽ ടേബിൾ മൂവ് ചെയ്ത് ഒരു പൊസിഷൻ എത്തണം അല്ലെ? ദാറ്റ് ഈസ് കോൾഡ് ലെങ്ത് ആൻഡ് സ്ട്രോക്ക് ഓഫ് ദ പൊസിഷൻ. ലെങ്ത് ആൻഡ് സ്ട്രോക്ക് അല്ലെ? ലെങ്ത് ആൻഡ് പൊസിഷൻ ഓഫ് ദ സ്ട്രോക്ക്. ഒരു സ്ട്രോക്കിന്റെ മാക്സിമം പൊസിഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
A reversing switch is actuated by through a trip dogs. ട്രിപ്പ് ഡോഗ്സ് എന്ന് ഒരു റിവേഴ്സിങ് സ്വിച്ച്, അതായത് നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കിയാൽ ടേബിൾ ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഒരു സ്വിച്ചോ അല്ലെ ട്രിപ്പ് ഡോഗ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സിങ് സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നു. റിവേഴ്സിങ് സ്വിച്ച് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ജനറേറ്റർ ഇല്ലേ, ഈ ഡി സി ജനറേറ്ററിന്റെ കറണ്ടിന്റെ ജനറേഷൻ റിവേഴ്സ് ചെയ്യപ്പെടും. സോ ഇറ്റ് റിവേഴ്സസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഡി സി ജനറേറ്ററിന് വരുന്ന കറണ്ട് റിവേഴ്സ് ചെയ്യപ്പെടും. അങ്ങനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്. സോ ദിസ് ഡി സി മോട്ടോർ വിൽ റൺ. ഡി സി റൺ ചെയ്യാൻ നിൽക്കില്ല, റൺ ചെയ്യും അല്ലെ, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡി സി മോട്ടോർ വിൽ റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ഹൈ സ്പീഡ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൈ സ്പീഡ് ചെയ്യുമ്പോൾ ടാബിള് ക്വിക്ക് റിട്ടേൺ തിരിച്ചു വരും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇലക്ട്രിക് ഡ്രൈവ് വർക്ക്സ്. അപ്പം ഇതിന് ഒരു ഞാനിത് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതാണ്. എ സി മോട്ടോർ വിച്ച് ഇസ് കപ്പിൾഡ് വിത്ത് എ ഡി സി ജനറേറ്റർ, എ ഡി സി മോട്ടോർ ആൻഡ് റിവേഴ്സിംഗ് സ്വിച്ച്. ഇതാണ് ഈ 4 മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 4 മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ, 4 ഇലക്ട്രിക്കൽ മെഷീൻസ്. ദി ഡ്രൈവ് കൺസിസ്റ്റ് ഓഫ് 4 ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് എ സി മോട്ടോർ, ഒന്ന് ഡി സി ജനറേറ്റർ, ഒന്ന് ഡി സി മോട്ടോർ ആൻഡ് റിവേഴ്സിംഗ് സ്വിച്ച്. Okay, when the AC motor runs, DC motor will receive power from the DC generator. At that time, table moves in forward direction. At the end of this stroke, a trip dog actuates an electrically reversing switch. Due to this action, it reverses the direction of the current in DC generator with increased current strength. Okay, ഇതിന് ഈ ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവിന് പർട്ടിക്കുലർലി കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കൺട്രോൾസ് ആർ ക്വിക്കർ. ഓക്കെ, ആൻഡ് ആക്യുറേറ്റ്, വളരെ ആക്യുറേറ്റും വളരെ ക്വിക്കുമാണ് ഇതിന്റെ കൺട്രോൾസ്. ഓക്കെ, കട്ടിംഗ് സ്പീഡ്, സ്ട്രോക്ക് ലെങ്ത് ആൻഡ് സ്ട്രോക്ക് പൊസിഷൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ദ മെഷീൻ. കട്ടിംഗ് സ്പീഡ്, സ്ട്രോക്ക് ലെങ്ത്, സ്ട്രോക്കിന്റെ പൊസിഷൻ, ഇതൊക്കെ നമുക്ക് മെഷീൻ സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. Large number of cutting speed and return speeds are available due to current generation ആയതുകൊണ്ട് large number of cutting speed ഉം return speeds ഉം available ആണ്. Return speed can be greatly increased, reducing ideal time. Okay, return stroke the speed കൂടുതൽ greatly increased ആയതുകൊണ്ട് നമുക്ക് റിട്ടേൺ സ്റ്റോക്കിന്റെ ഐഡിയൽ സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഐഡിയൽ ടൈം കുറക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവിന്റെ ഒരു ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ആണ് കമ്പാരിംഗ് ടു ദ ഓൾഡ് മെത്തേഡ്. ഓപ്പൺ ആൻഡ് ക്ലോസ് ബെൽ ഡ്രൈവ് എന്ന് പറയുന്ന ആ ഡ്രൈവിന് പ്രകാരം ഇലക്ട്രിക്കൽ ഡ്രൈവിന് ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ അഡ്വാൻറ്റേജസ് ആണ് ഇതൊക്കെ. ഈ ഓപ്പൺ ബെൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഓൾഡ് മെത്തേഡ് മാത്രമല്ല, അത് ചെറിയ പ്ലാനേഴ്സിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റൂ, സ്മോളർ പ്ലാനേഴ്സ്. ഓക്കെ, അതിനൊരു പറഞ്ഞായിരുന്നു 900 mm അല്ലെ, 900 mm ലെസ് ദാൻ 900 mm ടാബിൾ വിട്ടുള്ള ഒരു പ്ലാനറിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഓപ്പൺ ആൻഡ് ക്ലോസ് ബെൽ ഡ്രൈവ്. അതും ഒരു ഓൾഡ് മെത്തേഡ് ആണ്. ആൻഡ് ഇലക്ട്രിക്കൽ ഡ്രൈവ് ആണ് നമ്മൾ പ്ലാനിങ് യൂസ് ചെയ്യുന്നത് വരുന്നത്. സോ ദിസ് ഇസ് ഹൗ ആൻ ഇലക്ട്രിക്കൽ ഡ്രൈവ് വർക്ക്സ്. ഓക്കെ, quick return mechanism. Is that okay? Okay, sir. ഓക്കെ, ഇനി നമുക്ക് ഫീഡ് മെക്കാനിസവും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സമയമായില്ലേ? 50. ഓക്കെ, നമുക്ക് ഫീഡ് മെക്കാനിസം പഠിക്കാനുണ്ട്, ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്, പിന്നെ ജസ്റ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, പ്ലാനറിന്റെ ടൂൾസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിന്